അപ്പൊ വാറണ്ട് ഓഫ് അറസ്റ്റുമായി ബന്ധപ്പെട്ട് സെക്ഷൻ 75 മുതലാണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത്. ക്ലാസ്സിലേക്ക് പോകാം. അപ്പൊ സെക്ഷൻ 75 പറയുന്നത് വാറണ്ട് മേ ബി ഡയറക്റ്റഡ് ടു എനി പേഴ്സൺ എന്നുള്ളതാണ്. കോടതിക്ക് ആർക്ക് വേണമെങ്കിലും വാറണ്ട് ഡയറക്റ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ സബ്സെക്ഷൻ 1 നോക്കുകയാണെങ്കിൽ ദ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഓർ മജിസ്ട്രേറ്റ് ഓഫ് ദ ഫസ്റ്റ് ക്ലാസ് എന്ന് പറഞ്ഞാൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി അല്ലെങ്കിൽ CJM ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഇവരിൽ ആർക്ക് വേണമെങ്കിലും മേ ഡയറക്റ്റ് എ വാറണ്ട് ടു എനി പേഴ്സൺ ഏതൊരു വ്യക്തിക്ക് വേണമെങ്കിലും അവർക്കൊരു വാറണ്ട് ഡയറക്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അവരുടെ ജൂറിസ്ഡിക്ഷന് താഴെയുള്ള അവരുടെ ജൂറിസ്ഡിക്ഷന്റെ അകത്ത് ജീവിക്കുന്ന ഏതൊരു വ്യക്തിക്ക് വേണമെങ്കിലും ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിനും അതുപോലെ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിക്കും ഒരു വാറണ്ട് ഡയറക്റ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണെങ്കിൽ ഫോർ ദി അറസ്റ്റ് ഓഫ് എനി എസ്കേപ്ഡ് കൺവിക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു കുറ്റവാളിയായിട്ടുള്ള ആൾ എന്ന് പറഞ്ഞാൽ കോടതി ശിക്ഷിച്ച ആളെയാണ് നമ്മൾ കൺവിക്റ്റ് എന്ന് പറയാം അല്ലെ. അപ്പൊ അങ്ങനെ കോടതി ശിക്ഷിച്ച ഒരാള് ആ ശിക്ഷയിൽ നിന്നും എസ്കേപ്പ് ചെയ്തിട്ട് പോയി, അല്ലാന്നുണ്ടെങ്കിൽ ഹീസ് എ പ്രൊക്ലൈംഡ് ഒഫൻഡർ, ഒരു സ്ഥിരം കുറ്റവാളിയാണ്, ഒരു പ്രഖ്യാപിത കുറ്റവാളിയായിട്ടുള്ള ഒരു ഹാബിച്വൽ ഒഫൻഡർ ആയിട്ടുള്ള ഒരാൾ, പ്രൊക്ലൈംഡ് ഒഫൻഡർ ആയിട്ടുള്ള ആള്, അല്ലെങ്കിൽ ഓഫ് എനി പേഴ്സൺ ഹു ഈസ് അക്യൂസ്ഡ് ഓഫ് എ നോൺ ബെയിലബിൾ ഒഫൻസ് ആൻഡ് ഈസ് ഇവേഡിങ് അറസ്റ്റ്, ഒരു നോൺ ബെയിലബിൾ കുറ്റകൃത്യം ചെയ്തിട്ടുള്ള എന്നാൽ അറസ്റ്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒളിച്ചു നടക്കുന്ന ഒരു വ്യക്തി. ഇത്തരത്തിലുള്ള 3 ആളുകളെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യത്തിൽ അറസ്റ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഏതൊരാൾക്ക് വേണമെങ്കിലും വാറണ്ട് ഡയറക്റ്റ് ചെയ്യാനുള്ള അധികാരം CJM കോടതിക്കും അതുപോലെ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിക്കും ഉണ്ടാവും എന്നാണ് സെക്ഷൻ 75ന്റെ സബ്സെക്ഷൻ 1 പറയുന്നത്. അപ്പൊ നമ്മൾ സബ്സെക്ഷൻ 1 പഠിച്ചത് എന്താ? ഒരു ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിനും അതുപോലെ തന്നെ ഒരു ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിനും ആർക്ക് വേണമെങ്കിലും വാറണ്ട് ഡയറക്റ്റ് ചെയ്ത് കൊടുക്കാനുള്ള അധികാരമുണ്ട്. ആരെ പിടിക്കാൻ വേണ്ടിയിട്ട്? ഒരു പ്രൊക്ലൈംഡ് ഒഫൻഡറെ പിടിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു നോൺ ബെയിലബിൾ കുറ്റകൃത്യം ചെയ്തിട്ട് അറസ്റ്റ് ഇവേഡ് ചെയ്ത് നടക്കുന്ന ഒരാളെ പിടിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുറ്റവാളി രക്ഷപ്പെട്ടു പോവുകയാണെങ്കിൽ അയാളെ പിടിക്കാൻ വേണ്ടിയിട്ട്, ഈ 3 സാഹചര്യത്തിലും ഏതൊരു വ്യക്തിക്ക് വേണമെങ്കിലും വാറണ്ട് ഡയറക്റ്റ് ചെയ്ത് കൊടുക്കാനുള്ള അധികാരം CJM അതായത് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിനും ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിക്കും ഉണ്ട് എന്നാണ് സെക്ഷൻ 75ന്റെ സബ്സെക്ഷൻ 1 പറയുന്നത്. ഇനി 2 പറയുന്നത് എന്താ നോക്കാം. അപ്പൊ അത്തരത്തിൽ കോടതി ഒരു സാധാരണ ഒരു വ്യക്തിക്ക് വാറണ്ട് ഡയറക്റ്റ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ആ വാറണ്ട് സ്വീകരിക്കുന്ന വ്യക്തി എന്ത് ചെയ്യണം? കോടതിയിൽ നിന്ന് വാറണ്ട് കൈപ്പറ്റി എന്ന് പറഞ്ഞിട്ട് ഒരു അക്നോളജ്മെന്റ്, ഒരു റെസിപ്റ്റ് എഴുതി കോടതിയിൽ കൊടുക്കണം എന്നുള്ള ഒരു കാര്യമാണ് സബ്സെക്ഷൻ 2 75ന്റെ സബ്സെക്ഷൻ 2 പറയുന്നത്. അതായത് തെളിവിലേക്കാണ് വാറണ്ട് ഈ വ്യക്തി കൈപ്പറ്റിയിട്ടുണ്ട് എന്നതിന്റെ തെളിവിലേക്കായിട്ട് വാറണ്ട് സ്വീകരിക്കുന്ന ഒരു സാധാരണ വ്യക്തി കോടതിയിൽ ഒരു അക്നോളജ്മെന്റ് റെസിപ്റ്റ് ഒപ്പിട്ട് കൊടുക്കണം എന്ന് പറയുന്നു. പിന്നെ അയാൾ എന്താ ചെയ്യേണ്ടത്? പിന്നെ അയാളെ വാറണ്ട് എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് അയാൾ പിന്നെ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ഇവിടെ പറയുന്നുണ്ട് സച്ച് എ പേഴ്സൺ ഷാൾ അക്നോളേജ് ഇൻ റൈറ്റിംഗ് ദ റെസിപ്റ്റ് ഓഫ് ദി വാറണ്ട്, നമ്മൾ ഒന്നാമതായി പറഞ്ഞ കാര്യം, ആൻഡ് ഷാൾ എക്സിക്യൂട്ട് ഇറ്റ് ഇഫ് ദ പേഴ്സൺ ഫോർ ഹൂസ് അറസ്റ്റ് ഇറ്റ് വാസ് ഇഷ്യൂഡ്. ആരെയാണ് അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞത്? ആർക്കെതിരെയുള്ള അറസ്റ്റ് വാറണ്ട് ആണോ അയാൾ അറസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ആ വാറണ്ട് എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ കാര്യം ചെയ്യണം എന്നാണ് പറയുന്നത്. ആൻഡ് ഓർ എൻറ്റേഴ്സ് ഓൺ എനി ലാൻഡ് ഓർ അതർ പ്രോപ്പർട്ടി അണ്ടർ ഹിസ് ചാർജ്, ഈ വാറണ്ട് എക്സിക്യൂട്ട് ചെയ്യുന്ന ഈ വ്യക്തിയുടെ ഭൂമിയിലേക്കോ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ പ്രിമൈസിലേക്കോ ഈ പ്രതിയായിട്ടുള്ള ചാടിപ്പോയിട്ടുള്ള പ്രതിയായിട്ടുള്ള കുറ്റവാളിയായിട്ടുള്ള അല്ലെങ്കിൽ അബ്സ്കോണ്ടിങ് ആയിട്ടുള്ള ആള് കടന്നു ചെല്ലുകയാണെങ്കിൽ അയാളെ അറസ്റ്റ് ചെയ്യാനുള്ള അധികാരം ആർക്കുണ്ടാവും? ഈ വാറണ്ട് സ്വീകരിച്ചിട്ടുള്ള ഈ സാധാരണ വ്യക്തിയായിട്ടുള്ള ആൾക്കുണ്ടാവും എന്നാണ് സബ്സെക്ഷൻ 2 പറയുന്നത്. അപ്പോൾ സബ്സെക്ഷൻ 1 നമ്മൾ പഠിച്ച എന്താണ്? വാറണ്ട് ഒരു സാധാരണ വ്യക്തിക്ക് എപ്പോഴാണ് കോടതി വാറണ്ട് ഡയറക്റ്റ് ചെയ്യുന്നത്. രണ്ടാമത് ആ സാധാരണ കോമൺ ആയിട്ടുള്ള വ്യക്തി വാറണ്ട് എക്സിക്യൂട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യമാണ് പറയുന്നത്. വാറണ്ട് കോടതിയിൽ നിന്ന് സ്വീകരിക്കുന്ന മുറയ്ക്ക് ഒരു അക്നോളജ്മെന്റ് കോടതിയിൽ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ പിന്നെ വാറണ്ട് എക്സിക്യൂട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പോയിട്ടുള്ള ഈ ഒഫൻഡർ ആരെയാണോ പിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് അയാളെ അറസ്റ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. അറസ്റ്റ് ചെയ്യുന്നതിലൂടെയാണ് ആ വാറണ്ട് എക്സിക്യൂട്ടഡ് ആവുന്നത്. അത് ഏത് സാഹചര്യത്തിൽ നിന്നാണ് പറയുന്നത്? ഇയാളുടെ ഉടമസ്ഥതയിലുള്ള പ്രോപ്പർട്ടിയിലേക്കോ മറ്റ് പ്രിമൈസിലേക്കോ ആ പ്രതിയായിട്ടുള്ള അല്ലെങ്കിൽ ആ വാറണ്ട് ആർക്കെതിരെയാണോ ഉള്ളത് ആ വ്യക്തി കടന്നു വരികയാണെങ്കിൽ അയാളെ അറസ്റ്റ് ചെയ്യണം എന്നാണ് സബ്സെക്ഷൻ 2 പറയുന്നത്. ഇനി ഒരു സബ്സെക്ഷനും കൂടെ ഉണ്ട് നോക്കാം. സബ്സെക്ഷൻ 3 പറയുന്നത് അത്തരത്തിലൊരു സാധാരണ ഒരു പേഴ്സൺ വാറണ്ട് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഒരു വ്യക്തിയെ, വാറണ്ടിൽ പറയുന്ന വ്യക്തിയെ അറസ്റ്റ് ചെയ്ത മുറയ്ക്ക് അറസ്റ്റ് ചെയ്ത വിവരം തൊട്ടടുത്തുള്ള ഒരു പോലീസ് ഓഫീസറെ അറിയിക്കണം എന്നാണ് പറയുന്നത്. അതായത് തൊട്ടടുത്തുള്ള ഒരു പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കാം, അല്ലെങ്കിൽ ഒരു പോലീസ് ഓഫീസറെ കോൺടാക്ട് ചെയ്തിട്ട് ഇങ്ങനെ കോടതി എനിക്കൊരു വാറണ്ട് തന്നിട്ടുണ്ടായിരുന്നു, ഇന്നൊരു വ്യക്തിയെ എക്സ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യാൻ, ഞാൻ എക്സ് എന്ന് പറയുന്ന വ്യക്തിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് അയാളെ നിങ്ങൾക്ക് ഞാൻ കൈമാറുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഹാൻഡ് ഓവർ ചെയ്യുകയും അതിന്റെ കൂടെ വാറണ്ടും
കൂടെ ഹാൻഡ് ഓവർ ചെയ്യണം. എന്നിട്ട് ആ പോലീസ് ഓഫീസർ അയാളെ ആ അറസ്റ്റ് ചെയ്തിട്ടുള്ള വ്യക്തിയെ, ഈ സ്വകാര്യ വ്യക്തി അറസ്റ്റ് ചെയ്തിട്ടുള്ള ആ അക്യൂസ്ഡിനെ അല്ലെങ്കിൽ ആ ഒരു പ്രൊക്ലൈംഡ് ഒഫൻഡർ ആയിട്ടുള്ള ആളെ കോടതിയിൽ ഹാജരാക്കണം എന്നാ പറയുന്നത്. ഈ സെക്ഷൻ 73 പറയുന്നത് പ്രകാരം കോടതിയിൽ ഹാജരാക്കണ്ട, അതിന്റെ പ്രത്യേക എന്തെങ്കിലും എക്സെപ്ഷൻ കോടതി ബെയിൽ ബോണ്ട് എക്സിക്യൂട്ട് ചെയ്യുന്ന സാഹചര്യത്തിലൊക്കെ അങ്ങനെയൊക്കെ കൊടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ 73 നമ്മൾ പഠിച്ച പ്രകാരം എന്തെങ്കിലും എക്സെപ്ഷൻസ് കൊടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അയാളെ കോടതിയിൽ ഹാജരാക്കേണ്ടി വരില്ല. കോടതിയിൽ ഹാജരാക്കാനാണ് വാറണ്ടിൽ പറയുന്നതെങ്കിൽ ആ പോലീസ് ഉദ്യോഗസ്ഥൻ അയാളെ കോടതിയിൽ ഹാജരാക്കുകയും കൂടെ വേണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ ഈ പറഞ്ഞത് തന്നെയാണ്, നമുക്കൊന്ന് വായിച്ചും കൂടെ നോക്കാം. സെക്ഷൻ 75ന്റെ സബ്സെക്ഷൻ 3, when the person against whom such warrant is issued is arrested, അങ്ങനെ അറസ്റ്റ് ചെയ്യപ്പെടുന്ന മുറയ്ക്ക് he shall be made over with the warrant to the nearest police officer, അയാളെയും അയാളെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി കോടതി തന്നിട്ടുള്ള ആ വാറണ്ടും ചേർത്തിട്ട് ആ വ്യക്തി തൊട്ടടുത്തുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥന് കൈമാറണം എന്നാണ് പറയുന്നത്. ആൻഡ് who shall എന്ന് പറഞ്ഞാൽ പോലീസ് ഉദ്യോഗസ്ഥൻ cause him to be taken before magistrate having jurisdiction in the case. jurisdiction എന്ന് പറഞ്ഞാൽ മിക്കപ്പോഴും ആ വാറണ്ട് ഇഷ്യൂ ചെയ്ത കോടതി തന്നെ ആയിരിക്കും, മജിസ്ട്രേറ്റ് തന്നെ ആയിരിക്കും. അവിടെ അയാളെ പ്രൊഡ്യൂസ് ചെയ്യണം unless security is taken under section 73. സെക്ഷൻ 73 പറഞ്ഞത് പ്രകാരമുള്ള എന്തെങ്കിലും സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ ബെയിൽ ബോണ്ട് പോലുള്ള കാര്യങ്ങൾ പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ അത് സെക്യൂരിറ്റി ടേക്ക് ചെയ്തിട്ട് വിട്ടാൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്യാനാണ് പറയുന്നത് വാറണ്ടിന്റെ എന്നുണ്ടെങ്കിൽ കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്യണം എന്നാണ് സെക്ഷൻ 75ന്റെ സബ്സെക്ഷൻ 3 പറയുന്നത്. അപ്പോൾ ഒരു സ്വകാര്യ വ്യക്തിക്കും അല്ലെങ്കിൽ ഏതൊരാൾക്കും അറസ്റ്റ് വാറണ്ട് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ള, അത് ഏത് സാഹചര്യത്തിലാണ്, ഏത് കോടതിയാണ് അത് അത്തരത്തിലുള്ള വാറണ്ട് ഇഷ്യൂ ചെയ്യുന്നത് എന്നതൊക്കെയാണ് നമ്മൾ സെക്ഷൻ 75ൽ പഠിച്ചത്. ഇനി സെക്ഷൻ 76ലേക്ക് പോകാം. സെക്ഷൻ 76 എന്താ പറയുന്നത്? സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. വാറന്റ് ഡയറക്റ്റഡ് ടു പോലീസ് ഓഫീസർ, പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഡയറക്റ്റ് ചെയ്ത് കൊടുക്കുന്ന വാറന്റിനെ കുറിച്ചാണ് പറയുന്നത്. സിമ്പിൾ ആയിട്ടുള്ള ചെറിയൊരു കാര്യം മാത്രമേ ഉള്ളൂ. അതായത് കോടതി ഒരു പ്രത്യേക ഉദ്യോഗസ്ഥന് ഒരു വാറന്റ് ഡയറക്റ്റ് ചെയ്ത് കൊടുത്തു. ആ ഉദ്യോഗസ്ഥൻ അത് അയാളുടെ സബോർഡിനേറ്റ് ആയിട്ടുള്ള മറ്റൊരു ഉദ്യോഗസ്ഥന് എൻഡോസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള ഉദ്യോഗസ്ഥനും ആ വാറന്റ് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റും എന്നാണ് സെക്ഷൻ 76 പറയുന്നത്. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കോടതി എക്സ് എന്ന് പറയുന്ന ഒരു SHOക്കാണ് ഒരു വാറന്റ് ഡയറക്റ്റ് ചെയ്ത് കൊടുത്തത്. ആ SHOക്ക് വാറന്റ് എക്സിക്യൂട്ട് ചെയ്യാൻ, അറസ്റ്റ് മേക്ക് ചെയ്യാൻ വേണ്ടി സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ, സാധിക്കാത്ത സാഹചര്യമാണെങ്കിൽ ആ SHOക്ക് എന്ത് ചെയ്യാൻ പറ്റും? അയാളെ സബോർഡിനേറ്റ് ആയിട്ടുള്ള ഒരു SI, ഒരു എക്സാമ്പിൾ പറയാണ്, SIക്ക് ഡയറക്റ്റ് ചെയ്ത് അയാളുടെ പേര് എഴുതി കൊടുക്കാം വാറന്റിന്റെ മേലെ. അങ്ങനെയാണെങ്കിൽ അയാൾ എക്സിക്യൂട്ട് ചെയ്താൽ മതി എന്നാണ് പറയുന്നത്. അപ്പം അതും വാലിഡ് ആയിരിക്കും എന്നാണ് ഇവിടെ പറയുന്നത്. നമുക്ക് വായിച്ചു നോക്കാം. എ വാറന്റ് ഡയറക്റ്റഡ് ടു എനി പോലീസ് ഓഫീസർ മേ ഓൾസോ ബി എക്സിക്യൂട്ടഡ് ബൈ എനി അതർ പോലീസ് ഓഫീസർ ഹൂസ് നെയിം ഈസ് എൻഡോസ്ഡ് അപ്പോൺ ദി വാറന്റ് ബൈ ദി ഓഫീസർ ടു whom ഇറ്റ് ഈസ് ഡയറക്റ്റഡ് ഓർ എൻഡോസ്ഡ്. കോടതി ഒറിജിനലി ഡയറക്റ്റ് ചെയ്ത് കൊടുത്ത ഒരു ഉദ്യോഗസ്ഥൻ അയാൾ മറ്റൊരു ഉദ്യോഗസ്ഥന്റെ പേര് വാറന്റിന്റെ മേലെ എൻഡോസ് ചെയ്ത് അയാൾക്ക് അത് കൈമാറുകയാണ് എന്നുണ്ടെങ്കിൽ ആ ഉദ്യോഗസ്ഥനും അത് ബാധകമാണ്. അയാൾ ആ വാറന്റ് എക്സിക്യൂട്ട് ചെയ്താൽ മതി, അതിന് വേറെ പ്രശ്നമൊന്നും ഇല്ല എന്നാണ് സെക്ഷൻ 76 പറയുന്നത്. അപ്പൊ സെക്ഷൻ 77 നോക്കാം. ഇനി സെക്ഷൻ 77 പറയുന്ന നോട്ടിഫിക്കേഷൻ ഓഫ് സബ്സ്റ്റൻസ് ഓഫ് വാറന്റ് ആണ്. സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഈ വാറന്റ് എക്സിക്യൂട്ട് ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ വാറന്റ് എക്സിക്യൂട്ട് ചെയ്യുന്ന ഇനി അതർ പേഴ്സൺ, അവർ വാറന്റ് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ആർക്കെതിരെയാണോ വാറന്റ് എക്സിക്യൂട്ട് ചെയ്യുന്നത് ആ വ്യക്തിയോട് ആ വാറന്റിന്റെ അകത്തുള്ള അതിന്റെ ഡീറ്റെയിൽ പറഞ്ഞു കൊടുക്കണം എന്നാണ് പറയുന്നത്. റീസൺ ഓഫ് അറസ്റ്റ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഏത് കോടതിയാണ് നിങ്ങൾക്കെതിരെ വാറന്റ് പുറപ്പെടുവിച്ചത്, അതിൻ്റെ അകത്ത് ഏത് കുറ്റകൃത്യമാണ് ചുമത്തി അല്ലെങ്കിൽ ഏതാണ് കേസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആരെയാണോ അറസ്റ്റ് ചെയ്യുന്നത്, ആർക്കെതിരെയാണോ വാറന്റ് ഉള്ളത് അയാളോട് പറഞ്ഞിരിക്കണം എന്നാണ് സെക്ഷൻ 77 പറയുന്നത്. പിന്നീട് അയാൾ ആവശ്യപ്പെടുകയാണെങ്കിൽ വാറന്റ് അയാൾക്കൊന്ന് കാണിച്ചു കൊടുക്കുകയും കൂടെ വേണം എന്നാണ് പറയുന്നത്. ഇപ്പൊ സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും, വാറന്റ് ഉണ്ടോ എന്ന് അറസ്റ്റ് ചെയ്യാൻ വരുന്ന ഉദ്യോഗസ്ഥനോട് ആളുകൾ ചോദിക്കുന്ന സീനല്ലേ, അത് തന്നെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. വാറന്റ് കാണിച്ചു കൊടുക്കുക അല്ലെങ്കിൽ വാറന്റിന്റെ അകത്തുള്ള ആവശ്യപ്പെടുകയാണെങ്കിൽ കാണിച്ചു കൊടുക്കുക. അതുപോലെ വാറന്റിന്റെ അകത്തുള്ള കണ്ടന്റ്, ഇൻഗ്രീഡിയന്റ് ആ അറസ്റ്റ് ചെയ്യപ്പെടുന്ന വ്യക്തിയോട് ഷെയർ ചെയ്യുക എന്നുള്ളതാണ് സെക്ഷൻ 77 പറയുന്നത്. വായിച്ചു നോക്കാം. The police officer or other person executing a warrant of arrest shall notify the substance thereof to the person to be arrested and if so required shall show him the warrant എന്നാണ് സെക്ഷൻ 77 പറയുന്നത്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സെക്ഷൻ 75, 6, 7 ആണ് ഡിസ്കസ് ചെയ്തത്. ചെറിയൊരു ഏരിയ ആയിരുന്നു. ബാക്കി മറ്റൊരു സെഷനായിട്ട് ഡിസ്കസ് ചെയ്യാം.